നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ശരിക്കും നിങ്ങളോട് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു എനർജിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവാകുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ഇനി മുതൽ ശ്രദ്ധിക്കുക. പിന്നീട് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു മൈൻഡ് എനർജീനെ കണക്റ്റ് ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചർ ആണെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങളെ ആണെങ്കിലും പ്രസൻറ്റിലെ കാര്യങ്ങളെ ആണെങ്കിലും ഒക്കെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് ഒരു സോൾ കണക്ഷൻസിനെ സോളിനെ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ ഇതിനെ കാണാനും കേട്ടോ. അപ്പം ഒരു ഗൈഡൻസ് എനർജി ആയിട്ടും ജനറൽ റീഡിങ്സിന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വന്നിരിക്കുന്നത് ജൂലൈ മാസക്കാരുടെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ കുറച്ച് വരുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് കണക്റ്റ് ചെയ്തു വരികയാണ് ചെയ്യാറ്. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം. നിങ്ങളോട് ഒരുമിച്ചൊരു ജീവിതം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളോടുള്ള ആ ഒരു കറൻറ്റ് ഫീലിങ്സ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഓവറോൾ എനർജിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവർ വളരെ നിരാശയാണ് കേട്ടോ. ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അവർ മാനസികമായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലി ആണെങ്കിലുമൊക്കെ സ്ട്രഗിളിങ് ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവരെ ഒന്നിലധികം വ്യക്തികൾ തടസ്സപ്പെടുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ ലൈഫ് സിറ്റുവേഷൻസ് കറക്റ്റ് അല്ലാതെ അവർ എന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിടുന്നൊരു സിറ്റുവേഷൻസ്, ചിലപ്പോൾ ഈ കരിയർ പാതയിലൊന്നും അവർക്കൊരു സക്സസ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് രണ്ടാമതൊരു വ്യക്തിയെ കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്ട്രഗിളിങ് എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. മാനസികമായിട്ടും അത് ശാരീരികമായിട്ടൊക്കെ നോക്കിക്കഴിയുമ്പം അവരുടെ ഒരു കറൻറ്റ് എനർജി ഒരു ട്രാപ്പഡ് എനർജിയാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ അവരെന്ത് ചെയ്താലും അവർക്ക് അതിനകത്തൊന്നും ഒരു സക്സസ് വരുന്നില്ലാത്ത, അതുപോലെ തന്നെ മാനസികമായിട്ടൊരു സമാധാനമോ സന്തോഷമോ ഒന്നുമുള്ള ഒരു പേഴ്സൻ്റെ എനർജി അല്ല നമുക്കിതിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കുകയും അതുപോലെ ഇപ്പോഴും ലോസ് എനർജിയിൽ എല്ലാവരിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളിലൂടെയും പാസ്റ്റിലെ ചില കാര്യങ്ങളെ തിരുത്തേണ്ടി വരുന്ന, അതായത് പാസ്റ്റിൽ ഇവർക്ക് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ലൈഫിൽ സംഭവിച്ചതിനെ തിരുത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസും, ശരിക്കും പുറമേ ഉള്ള വ്യക്തിയല്ല, ഉള്ളുകൊണ്ട് പുറമേ വളരെയധികം ഹാപ്പിനെസ്സോടു കൂടിയും എല്ലാവരുമായിട്ട് നല്ലപോലെ മിങ്കിൾ ചെയ്താണ് ഈ വ്യക്തി പോണെങ്കിലും ഉള്ളുകൊണ്ട് ശരിക്കും ചില വ്യക്തികളോടൊക്കെ വൈരാഗ്യം എനർജി കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല ചില വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് ഒരുപാട് ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ചിൽഡ്രൻസിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അവരെ സംബന്ധിച്ച് വളരെയധികം വേദന ജനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ അവരെ അങ്ങ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ.
എന്താണേലും വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഏകദേശം അവരുടെ ലൈഫിൽ അവരനുഭവിച്ച അല്ലെങ്കിൽ അവർ പല രീതിയിലുള്ള സിറ്റുവേഷൻസിനെ പ്രതിരോധിച്ച് വന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾക്ക് തടസ്സങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് ശരിക്കും ഭയങ്കരമാകുന്ന ട്രാപ്പ്ഡ് എനർജി അവരെ സംബന്ധിച്ച് അവർക്ക് 4 വശത്തും ശത്രുക്കളുടെ ഒരു എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പാസ്റ്റിൽ പറ്റിയ ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവരുടെ ഈ പ്രസൻറ്റിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. പാസ്റ്റിൽ അവർ കൊടുക്കാതെ പോയ ചില ശ്രദ്ധ ഇല്ലായ്മയുടെ ഫലമാണ്. എന്തായാലും ആ ഒരു സിറ്റുവേഷൻസുകളെ ബാലൻസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ലൈഫിൽ അതൊരു ട്രാപ്പ്ഡ് എനർജിയാണ്. അവർക്ക് ആ ഒരു നെഗറ്റീവാകുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ടേക്ക് ഒന്ന് പോരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ട് കടന്നു പോകണം, എല്ലാ പ്രശ്നങ്ങളെയും ഹീലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസുകളിൽ അവരിങ്ങനെ എപ്പോഴും കറങ്ങി തിരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്താണെങ്കിലും നിങ്ങളുമായിട്ട് അവർ ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ റിലേഷൻ്റെ എനർജിയിലേക്ക് ഒരു ഗുഡ് ന്യൂസ് നൽകണം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം വേണം. അത് സ്ട്രോങ് ആയിട്ടായിരിക്കണം എന്ന് തന്നെയാട്ടോ അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ, എപ്പോഴും വഴക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു റിലേഷനാണ് എങ്കിൽ അതിനെല്ലാം ഒന്ന് കറക്റ്റ് വരുത്തണമെന്നും ശരിക്കും വിവേകത്തോടു കൂടി ഒരു ബന്ധത്തെ, ഇതിൻ്റെ പോസിറ്റിവിറ്റിയെ മനസ്സിലാക്കി കൊണ്ടുപോകണമെന്നും ഒക്കെ ഇവരുടെ മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളാണ് കേട്ടോ. ഒരുപാട് പ്രോബ്ലംസുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ കരിയർ പാത ഒരിക്കലും ശോഭിക്കുന്നില്ല. ഇവർക്കൊരു ശോഭനമാകുന്ന ഒരു കരിയർ പാത ഇവരെ കണക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അവർ ചെന്ന് പെടുന്നതെല്ലാം ഓരോ രീതിയിലുള്ള നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകളിലൂടെ ആയിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ വിള്ളൽ പോലും വന്നത് ഈ ഒരു വ്യക്തിയുടെ മാനസികമാകുന്ന അവസ്ഥ, ഈ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻസ് കറക്റ്റ് അല്ലാതെ പുറമെ മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളൂടെ കണക്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് ചില നഷ്ടങ്ങളും തകർച്ചകളും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മ എനർജിയൊക്കെ വന്നതെന്ന് തന്നെയാണ് കാണുന്നത്. അവരെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ സിറ്റുവേഷൻസ് ആണ്. ഇതിനകത്ത് സിംഗിൾ എനർജിയിലേക്കൊക്കെ നിൽക്കുന്നവർക്ക് ശരിക്കും അവരൊരു വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആക്ഷൻ എടുക്കാൻ 100% സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു സ്പിരിച്വൽ പാതയിലേക്ക് ഇവർ പോയിട്ടുണ്ടാവാം. ഇച്ചിരി ആത്മീയമാകുന്ന അല്ലെങ്കിൽ ദൈവികമാകുന്ന ചില കാര്യങ്ങളിൽ ഇവർ കണക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ആരുടെയെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ്, സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തികളുടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് ഇവർ തേടിയിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലൊക്കെ ഒരു മാനസാന്തരപ്പെട്ട ഒരു എനർജി ഇവരിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇച്ചിരി സ്പിരിച്വൽ എനർജിയിൽ, അതായത് ഒരു ദൈവികമാകുന്ന പാതയിലൂടെ തന്നെയാണ് ഈ ഒരു കറൻറ്റിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്കിടെ പാസ്റ്റിലേക്ക് പോകുമ്പം, അവരുടെ മനസ്സുകൊണ്ട് അവർ പാസ്റ്റിലേക്ക് പോകുമ്പം തിരുത്തേണ്ട ചില കാര്യങ്ങളെ തിരുത്തണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടൊരു കണക്ഷൻസിന് കാരണം, ഒരു ന്യൂ ബിഗിനിങ്ങിന് കാരണമാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും ഇവരുടെ നിങ്ങളുടെ നമുക്ക് ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് വരുമ്പം ഇതൊരു മാര്യേജ് എനർജിയിൽ എത്തിയിട്ടും ലോസ് ആയി പോയ എനർജി കാണുന്നുണ്ട് കേട്ടോ. സിംഗിൾ എനർജിയിൽ സിംഗിളായിട്ടുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവാഹം പോലുള്ളൊരു കാര്യം വരെ എത്തിച്ചേർന്ന്, ചിലപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ലോസ് എനർജി അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു സ്റ്റക്നെസ് വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാര്യേജ് കഴിഞ്ഞ വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അവർ ഏകദേശം ഹാപ്പിനെസ്സോടുകൂടി മറ്റുള്ളവരുടെ ശത്രുത, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിലൂടെ പോയതിൻ്റെ ഫലമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് വന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. എന്താണേലും ഇതിനകത്ത് വളരെ ഹാപ്പിനെസ്സോടുകൂടി പോയ, വലിയ പ്രതീക്ഷയോടുകൂടി കടന്നുപോയ ബന്ധം, എന്ത് രീതിയിലുള്ള ബന്ധമായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, വളരെ പോസിറ്റീവായിട്ട് കടന്നുപോയെടുത്ത് ചില വ്യക്തികളുടെ കൈകടത്തലുകൾ അല്ലെങ്കിൽ അസൂയവകമാകുന്ന ചില സാന്നിധ്യങ്ങളും നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിപ്പിച്ചു. നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ വളരെയധികം
ഈഗോ എനർജി ഇതെല്ലാം കണക്റ്റഡ് ആവുകയും ഒരു ഇറിറ്റേഷൻ, അതായത് താല്പര്യക്കുറവൊക്കെ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നു ചേർന്ന് അത് മറ്റുള്ളവരുടെ പ്രസൻസ് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇതിനകത്ത് ആക്ഷൻ എടുത്ത് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോയ ബന്ധത്തിനാണ് തീർച്ചയായിട്ടും വിള്ളൽ സംഭവിച്ചു പോയിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചത് അവർ നിങ്ങളിൽ നിന്നും തിരിഞ്ഞു പോയി എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും ഇതിനകത്തൊരു ഹാപ്പി ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ആ ഒരു ബന്ധത്തിന് വാല്യൂ കൽപ്പിക്കാതെ ഇവർ തിരിച്ചു പോയി എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഇമോഷണലി വളരെയധികം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് പോയി. അതായത് പോസിറ്റീവ് ആകേണ്ടതും കറക്റ്റായിട്ട് തിരിച്ചറിയേണ്ടതുമായ കാര്യങ്ങളെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എവിടെയാണ് എൻ്റെ പ്രസൻസ് വേണ്ടത്, എവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു ബ്ലൈൻഡ് എനർജി സംഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. ഇവരൊന്നും നോക്കാതെ ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫൈറ്റിംഗ് നടത്തി തിരിഞ്ഞു പോയ ഒരു സിറ്റുവേഷൻസ്, അതായത് ഇമോഷണലി അവർ ചെയ്തതാണ് ശരി എന്നുള്ള ഒരു തോന്നലിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയത്. പക്ഷേ ഇപ്പം അവരെ സംബന്ധിച്ച് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ഇതിലെടുക്കുമ്പം അവർ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണൽ ബാലൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്, തിരിച്ചറിവിൻ്റെ പാതയിൽ തന്നെയാണ്. കാരണം അവർക്ക് കിട്ടിയ ഒരു ഗൈഡൻസ് അവർ മറ്റേതൊക്കെയോ സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങളിൽ നിന്നും വന്ന ഒരു സെപ്പറേഷൻ പീരീഡിൽ അവരൊരു ആത്മീയതയിലേക്ക്, ഒരു ദൈവികമാകുന്ന വിശ്വാസത്തിലേക്ക് മാറിയതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവർക്ക് നിങ്ങളോടുണ്ടായ ആ ഒരു അകൽച്ച, നിങ്ങളോട് തോന്നിയ ആ ഒരു ഇറിറ്റേഷൻ എനർജിയൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മെയിനായിട്ട് ഈ ഒരു പേഴ്സണ് ഞാൻ പറഞ്ഞില്ല, കരിയർ പാതയിൽ ഒരുപാട് പ്രോബ്ലംസുകൾ അതിജീവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കരിയർ പരമായിട്ട് നോക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം ബർഡൻ എനർജി ആയിരുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു. തല നിവർത്തി അതല്ലെങ്കിൽ ഭാരം ചുമന്ന് മടുത്ത ഒരു എനർജി, അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു മടുപ്പ് ഫീൽ ചെയ്ത എനർജി. കാരണം സക്സസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പേഴ്സണാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായൊരു പേഴ്സണാണ്, പല സിറ്റുവേഷൻസിലും വിജയിച്ചു വന്ന വ്യക്തിയാണ്. പക്ഷേ ആ വിജയത്തിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് ചുമക്കാൻ വയ്യാത്ത ബർഡനോട് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് പുറമേ അത് പ്രകടിപ്പിക്കാതെ ഉള്ളുകൊണ്ട് ഫൈറ്റിംഗ് ചെയ്തു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, അതായത് ആ ഒരു ജസ്റ്റിസ് എനർജിയിലേക്ക് പോയി. അതായത് ഒരു കർമ്മ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു വ്യക്തിയുടെ ലൈഫ് പോയി എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു. ആ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുന്നു. അതുപോലെ എനിക്കിതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം പേരൻറ്റിങ് എനർജി ആവാം, അതല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ ഒരു ഇൻവോൾവ്മെൻറ്റ്, ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പുറമേയുള്ള സൗഹൃദ ബന്ധങ്ങളുമാണെങ്കിൽ പോലും ഇതിനകത്ത് എന്തൊക്കെയോ നെഗറ്റീവ് ആകുന്ന ബ്ലോക്കേജുകൾ വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെയൊക്കെ സൗഹൃദ ബന്ധങ്ങളും എല്ലാം ഈ ഒരു റിലേഷനിൽ കണക്റ്റ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നെഗറ്റീവാകുന്ന എന്തൊക്കെയോ ഗൈഡൻസുകൾ നൽകിയ സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ പറഞ്ഞു കൊടുക്കുകയോ നെഗറ്റീവാകുന്ന മോശമാകുന്ന ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു നെഗറ്റിവിറ്റിയുടെ എനർജിയാണ് കാണുന്നത്. കാരണം അവർ വളരെയധികം ആൻസൈറ്റി, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വളരെയധികം ആൻസൈറ്റി എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട് ആരോടും തുറന്നു പറയാത്ത വിധമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് അവർക്ക് എന്തൊക്കെയോ തിരിച്ചറിവ് വന്നപ്പോൾ അതേ എനർജിയിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം അവർക്കൊരു ഡിപ്രഷനാണ്, അവർ ഭയപ്പെടുന്നു, ഒരു നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് അവർ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു. കാരണം മറ്റുള്ളവർ പറഞ്ഞതല്ല നിങ്ങളെന്നുള്ള ഒരു തിരിച്ചറിവ് അത് കാലം അവർക്ക് തെളിയിച്ചു കൊടുത്തൊരു സിറ്റുവേഷൻസാണ്. ശരിക്കും അവരെ സംബന്ധിച്ച് അവരൊരു പെട്ട അവസ്ഥയിലാണ്. കാരണം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാം അവർക്ക് കുഴപ്പമില്ല, പക്ഷേ എന്നാൽ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേർന്നാൽ തന്നെ
അവരെ സംബന്ധിച്ച് മറ്റു ചില സാഹചര്യങ്ങൾ, അവരുടെ ലൈഫ്, ഇതെല്ലാം ഏകദേശം ഒരു താഴ്ന്ന സിറ്റുവേഷൻസിൽ അവർക്ക് ഒരിക്കലും ഉയർന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാതെ പോയതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് മാനസിക വിഷമത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്ലീപ്പിംഗ് പ്രോബ്ലംസ് അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് മറ്റുള്ളവർ നൽകിയ തെറ്റായ ഗൈഡൻസുകൾ, നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച ചില തന്ത്രങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തെ തന്നെയാണ് പൂർണ്ണമായിട്ടും ഉലച്ചു കളഞ്ഞത്. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് ഒന്നുമില്ല, ഒരു ശൂന്യത എനർജി മാത്രമാണുള്ളത്. അവർക്കിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയപ്പോഴും അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം അവരവസാനിച്ചപ്പോഴും അവർക്കൊരു സക്സസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇന്നും സക്സസ് എനർജിയിൽ നിൽക്കുന്നതെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ചെല്ലുന്നുണ്ട്. മറ്റ് ചില സിറ്റുവേഷൻസുകൾ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ റിജക്ഷൻ എനർജിയിലാണ്. കാരണം അവർക്ക് ഒരു ഇമോഷണലി അവർ ഓക്കെ അല്ല. കാരണം ഓൾറെഡി അവർ മെച്യൂരിറ്റിയിലേക്ക് എത്തി, തിരിച്ചറിവിലേക്ക് എത്തി. കാരണം ബാലൻസ് ചെയ്യാൻ അവർ പഠിച്ചു. പ്ലസ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൽ കൈകടത്തിയതിൻ്റെ ഫലമായിട്ട് വന്ന നഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ, അവരുടെ കരിയർ പാതയിലായിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അവരൊരു സ്പിരിച്വൽ എനർജിയിലായിക്കോട്ടെ, അവിടെയെല്ലാം അവർക്ക് സംഭവിച്ച ഒരു താളപ്പിഴകൾ, ഇതെല്ലാം അവർ വളരെ എനർജിയിലാണ്. ശരിക്കും അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസും അവരെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസുമാണ്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി ഉറച്ചൊരു തീരുമാനം എടുക്കും. അവർക്ക് ഈ പറഞ്ഞതുപോലെ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ, അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരണം. നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ഇമോഷണലി നല്ല കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു ഇമോഷൻസ് വീണ്ടും റീകണക്റ്റ് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് നൽകിയത് നിങ്ങൾക്ക് അവർ തിരിച്ച് നൽകാൻ അവർ 100% തയ്യാറാണ്. ഇവിടെ ഫാമിലി എനർജി കൂടുതൽ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പേരൻസിൻ്റെ എനർജി, അതുപോലെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ എനർജിയിലൊക്കെ പോകുന്ന ഫാമിലി, പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, പേരൻസിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുന്ന, അവരുടെ വാക്കുകൾക്കനുസരിച്ചും, അതുപോലെ പേരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും പേരൻസിൻ്റെ എല്ലാം പൂർണ്ണമായും പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്റ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്താണേലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു സ്പെഷ്യലാണ് കേട്ടോ. നിങ്ങളൊരു അബണ്ടൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ലക്കി ചാൻസ് എനർജി തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് അവരിപ്പോൾ നോക്കുമ്പം നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ ഇവരെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു സ്റ്റക്ക് എനർജിയാണ്. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുന്നു. അവരെ സംബന്ധിച്ച് അവർക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ. കൂടാതെ തന്നെ അവർ നിരാശയിലാണ്. കയ്യിലുണ്ടായിരുന്ന, അല്ലെ കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തിയെന്നുള്ളൊരു നിരാശയുണ്ട്. എന്താണെങ്കിലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യങ്ങളെല്ലാം കൺട്രോളിലേക്ക് വരുമെന്നും എല്ലാത്തിനെയും ഇനിയെങ്കിലും നല്ല രീതിയിൽ മാനേജിങ് ചെയ്ത് പോകാമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അവരെന്തൊക്കെയോ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട് അവർ പോരാടുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലവർ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും അവരുടെ ഉള്ളിലുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു റീയൂണിയൻ എനർജി, അതായത് നിങ്ങളോട് ഒരുമിച്ച് തന്നെ ഒരു ഫ്യൂച്ചർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ലൈഫിൽ ഇപ്പം നമുക്ക് കിട്ടിയ എനർജികൾ നോക്കുമ്പം അവർക്ക് സംഭവിച്ച തട്ടുകേടുകൾ തന്നെയാണ് അവർ ശരിക്കും പെയിനാക്കി നിൽക്കിയിരിക്കുന്ന. മുന്നും പിന്നും നോക്കാതെ തന്നെ അവർ നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് എനർജി വരുമോ, ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കണക്റ്റ് ചെയ്യുകയോ ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു മൂൺ എനർജിയുടെ പ്രസൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരു ഉറപ്പില്ല, എന്ത് ചെയ്യണമെന്നുള്ളൊരു ഉറപ്പില്ല. ശരിക്കും അവർക്കൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ എനർജിയാണ്, ഭയം തട്ടിപ്പോകുന്നൊരു സിറ്റുവേഷൻസ്. എങ്ങനെയായിരിക്കും നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളത് അവർ പേടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും നിരാശയാണ് കേട്ടോ. അവരിലേക്ക് വേറെ എനർജികൾ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ, അവർക്ക് കപ്പ് ഓഫ് ലവ് ലഭിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നുള്ള എസ്കേപ്പിംഗ് എനർജിയിലാണ്, മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ മുന്നിൽ ഒരിച്ചിരി ഈഗോ കൂടുതൽ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തോ, നിങ്ങൾ അവരെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തോ, സ്നേഹിച്ചോ,
ആ ഒരു ഇത് അവരുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നിങ്ങളോട് അവർക്കൊരു ഈഗോ കാണിക്കാൻ ഒരു മടിയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന പോലുള്ളൊരു എനർജി, അതായത് നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവർക്ക് ഇച്ചിരി ഈഗോ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ അത്രത്തോളം അവർക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഈഗോ അല്ലെങ്കിൽ ആ ഒരു എനർജി കണക്റ്റ് ചെയ്ത് നിർത്താൻ അവർക്ക് സാധിക്കുന്നത്. എന്താണെങ്കിലും അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു സെലിബ്രേഷൻ, ഒന്നിക്കൽ, എല്ലാവരുടെ സപ്പോർട്ടോടു കൂടി വളരെയധികം ഹാപ്പിനെസ്സോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കൂടിച്ചേരൽ എനർജി എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഉണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. മാത്രവുമല്ല, ഇതിനകത്ത് നമുക്ക് ഈ പറയും പോലെ എബ്രോഡ് എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഫ്രണ്ട്ഷിപ്പ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കൈകടത്തുന്ന ഒരു റിലേഷനായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി സൗഹൃദ ബന്ധങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ റെഡി ആയിക്കൊള്ളാനാണ് ഏഞ്ചൽസ് പറയുന്നത്. എ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും. 1 ഇയർ ആണ് കേട്ടോ. ഒരു വർഷത്തെ ഒരു ടൈം പീരീഡ് നിൽപ്പുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനിൽ, പൂർണ്ണമായിട്ടും കുറേ ആളുകളിലേക്ക് കണക്ഷൻസ് വരാനെന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു ടൈം പീരീഡ് അല്ല കേട്ടോ. 10 വർഷം കഴിഞ്ഞിട്ട് പോലും കാത്തിരുന്ന് മടുക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പം നമുക്ക് സങ്കടം തോന്നാറുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് അവർക്ക് ഗൈഡൻസ് കൊടുത്തു വിടുകയാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.